ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയതിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യാ കപ്പ് ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 6 മത്സരങ്ങൾ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 2 കളികളാണുള്ളത്. അതോടുകൂടി 8 മത്സരങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. 2 ഗ്രൂപ്പുകളിൽ നിന്ന് 8 ടീമുകളാണല്ലോ ഈ ഏഷ്യാ കപ്പ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യ 2 കളികളിലെ കിടിലം വിജയങ്ങളോടുകൂടെ 4 പോയിന്റും പ്ലസ് 4.700 എന്ന മികച്ച നെറ്റ് റൺ റേറ്റുമായി ടീം ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ ടീം തന്നെയാണ് സൂപ്പർ 4-ൽ ഇതുവരെ സ്ഥാനം ഉറപ്പിച്ചേക്കുന്ന ആദ്യ ടീമായിട്ട്, ഒരേ ഒരു ടീമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നതും. നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ടീം മാത്രമാണ് സൂപ്പർ 4-ലേക്കുള്ള യോഗ്യത ഉറപ്പിച്ചേക്കുന്നത്. പക്ഷേ 2 ടീമുകൾ അതിന്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. മറ്റാരുമല്ല, അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയുമാണ്. തീർച്ചയായിട്ടും ശ്രീലങ്കയ്ക്ക് ഇന്ന് മത്സരമുണ്ട്. ഹോങ്കോങ്ങിനെതിരെയാണ് ശ്രീലങ്ക കളിക്കേണ്ടത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ശ്രീലങ്ക ഇന്ന് അനായാസമായി ഹോങ്കോങ്ങിനെയും തകർത്തുകൊണ്ട് സൂപ്പർ 4-ലേക്കുള്ള യോഗ്യത ഉറപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ അഫ്ഗാനിസ്ഥാനും കളിയുണ്ട്. ബംഗ്ലാദേശിനെതിരെയാണ് കളി. നിലവിൽ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യൻ ടീം സൂപ്പർ 4-ലേക്കുള്ള യോഗ്യത നമ്മൾ ഉറപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം, ഇന്ത്യൻ ടീം ഇപ്പോൾ തന്നെ ഓൾറെഡി 4 പോയിന്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മത്സരത്തിൽ ഇനിയിപ്പോൾ ഒമാനോട് വലിയ അട്ടിമറി സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം തോറ്റെന്ന് കരുതുക. എന്നാൽ പോലും ഗ്രൂപ്പ് എയിലെ ബാക്കിയുള്ള ടീമുകൾ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ പോലും അവർക്കും മാക്സിമം 4 പോയിന്റുകളിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. സോ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യൻ ടീം ഓൾറെഡി ഒഫീഷ്യലായിട്ട് തന്നെ സൂപ്പർ 4-ലേക്കുള്ള യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത മത്സരം UAE-ക്കെതിരെയാണ് അവർ കളിക്കേണ്ടത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനായാസമായി വിജയിച്ച് കയറേണ്ടതാണ്, അട്ടിമറി സംഭവിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ വരികയാണെങ്കിൽ പാകിസ്ഥാനും ഗ്രൂപ്പ് എയിൽ നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ സൂപ്പർ 4-ലേക്കുള്ള യോഗ്യത ലഭിക്കുന്ന ടീമായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് ഏതായാലും ഒമാനും UAE-യും തമ്മിലുള്ള മത്സരമുണ്ട്. ആര് തോറ്റാലും അവർ ഈ ഒരു ടൂർണമെന്റിൽ നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഈ 3 ടീമുകളും നിലവിൽ 2 പോയിന്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഏതൊക്കെ 2 ടീമുകൾ സൂപ്പർ 4-ലേക്കുള്ള യോഗ്യത ഉറപ്പിക്കുമെന്നുള്ളത് നിലവിൽ പറയാൻ ഒരല്പം കടുപ്പമാണ്. പക്ഷേ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തന്നെ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. കാരണം ഇന്ന് ശ്രീലങ്കയ്ക്ക് ഹോങ്കോങ്ങിനെതിരെ മത്സരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ തന്നെ ശ്രീലങ്ക 4 പോയിന്റുകൾ സ്വന്തമാക്കും. നാളെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ അട്ടിമറിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ജ്വലിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞേക്കും. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഹോങ്കോങ് പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരും ഈ ഒരു ടൂർണമെന്റിൽ നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തേക്ക് പോവേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ബംഗ്ലാദേശും പുറത്തു പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് എയിൽ നിന്നും ബിയിൽ നിന്നും നിലവിലെ സൂപ്പർ 4-ലെ സിനാരിയോ വരുന്നത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.